ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയെ ചൊല്ലി CPIM കോൺഗ്രസ് വാക്പോര്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ലക്ഷ്യമിട്ട് SITക്ക് മേൽ സർക്കാർ സമ്മർദ്ദമുണ്ടെന്നാണ് കോൺഗ്രസ് ആരോപണം. കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യുമ്പോഴുള്ള പരിഭ്രാന്തിയാണ് പ്രതിപക്ഷത്തിനെന്നാണ് CPIMന്റെ പ്രതികരണം. UDF കൺവീനർ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്തേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് SITയെ ചൊല്ലി ഭരണ പ്രതിപക്ഷ വാക്പോര്. പ്രത്യേക അന്വേഷണ സംഘത്തിനുമേൽ സമ്മർദ്ദമുണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ലക്ഷ്യമിട്ട പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. P. ശശി ഉണ്ടാക്കിയ പണിയാണിതെന്നും തനിക്കൊന്നും മറച്ചുവെക്കാനില്ലെന്നും അടൂർ പ്രകാശ്. കടുത്ത CPM കാരനായ ഒരു ഉദ്യോഗസ്ഥന്റെ അറിവോടുകൂടിയാണ് CPM പക്ഷപാതികളായ രണ്ടുപേരെ ഇപ്പോൾ SITയിൽ വെച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം ഈ SITയുടെ മീതെ ഉണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു ശശി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. എനിക്ക് ഒന്നും മറച്ചു വെക്കുവാനുമില്ല. ഏതവസരത്തിൽ അറിയിച്ചാലും അവിടെ എത്തുവാനും തയ്യാറാണ്. SITക്ക് മേൽ സമ്മർദ്ദമുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ആരോപിച്ചു. എന്നാൽ അന്വേഷണം തങ്ങളിലേക്ക് വരുമ്പോൾ പ്രതിരോധിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് SITക്ക് മേലുള്ള ആരോപണമെന്ന് CPIM കുറ്റപ്പെടുത്തുന്നു. UDF കൺവീനർ ഉൾപ്പെടെ ചോദ്യം ചെയ്യാനൊരുങ്ങുമ്പോൾ പ്രതിപക്ഷ നേതാവിന് പരിഭ്രാന്തിയെന്നും വിമർശനം. എന്താ അവർ പറയുന്നത്? SITയിൽ സംശയമുണ്ടെന്നാണ്. SITയെ ഇന്നലെ വരെ അംഗീകരിക്കുകയാണ്. അപ്പോൾ അന്വേഷണം കോൺഗ്രസ് ഐയുടെ നേതാക്കന്മാരായ അടൂർ പ്രകാശൻ ഉൾപ്പെടെയുള്ളവരുടെ നേരെ നീങ്ങുന്നു എന്ന് വരുമ്പോൾ തികച്ചും അവസരവാദപരമായ നിലപാട് സ്വീകരിച്ച് SITയെ തന്നെ കുറ്റപ്പെടുത്തുന്ന നിലപാടിലേക്ക് എത്തുന്നു. ഇപ്പോൾ UDF കൺവീനറെ ചോദ്യം ചെയ്യും എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടുകൂടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് SITയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം MP മാരായ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും സോണിയാഗാന്ധിയെ കണ്ടത് സജീവ ചർച്ചയാക്കി നിർത്താനാണ് CPIM തീരുമാനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.